സഭകൾ കേരളത്തിലെ എല്ലാ ജനപ്രതിനിധികളോടും എല്ലാ പൗരന്മാരോടും സഹായം ചോദിച്ചു. അത് കേവലം പാർട്ടിയോട് മാത്രമല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് സഭയ്ക്ക് നമ്മൾ ചെയ്യുന്ന സേവനമല്ലല്ലോ, ഇത് ഭരണഘടനയ്ക്ക് നമ്മൾ ചെയ്യുന്ന സേവനമല്ലേ, നീതിന്യായത്തിന് വേണ്ടി ചെയ്യുന്നതല്ലേ, ന്യായത്തിന് വേണ്ടി ചെയ്യുന്നതല്ലേ, അല്ല സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നത്. അല്ല ഒരു സെക്കൻഡ്, ഈ പ്രതിഷേധം കാരണമാണല്ലോ അവരെപ്പോഴും ജയിലിലാക്കിയത്. ഈ പ്രതിഷേധക്കാരൻ മാത്രമല്ല, ഇങ്ങനെ ഒരു പ്രതിഷേധം വന്നില്ലായിരുന്നു, അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ രണ്ട് സിസ്റ്റേഴ്സ് ജയിലിൽ കിടക്കുന്നുണ്ടോ എന്ന് നിങ്ങളും ഞാനും അറിയില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ഇവരെക്കാളും ശ്രേഷ്ഠനെന്ന് പറഞ്ഞ വന്ധ്യവയോധികനായ ഒരു ജസ്യൂട്ട് പാതിരി സ്റ്റാൻ സ്വാമി വർഷങ്ങളോളം ജയിലിൽ കിടന്ന് ഇവർ ജയിലിൽ വെച്ച് കൊന്നില്ലേ? അപ്പോൾ എന്താണ് ഇവര് BJPയുടെ ഉത്തരവാദിത്വം വരുന്നത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ നാരായൺപൂരിൽ 100 കണക്കിന് ആദിവാസികളുടെ വീട് ക്രൈസ്തവരെ അവർ വേട്ടയാടി, ഇതിന്റെ ഉത്തരവാദിത്വം കൂടെ അവർ വരണ്ടേ? 9 ദിവസം ഈ നിഷ്കളങ്കരായ നിരപരാധികളായ കന്യാസ്ത്രീകളെ ജയിലിലിട്ടതിന് കേരളം അവരോട് മാപ്പ് നൽകില്ല. ഇന്ത്യ മാപ്പ് നൽകില്ല. ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലും BJPക്ക് മാപ്പ് നൽകില്ല. ഇപ്പോഴും ഞങ്ങൾ ഛത്തീസ്ഗഡിൽ വന്ന് പലരോട് സംസാരിച്ചപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർക്ക്